ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഫസ്റ്റത്തെ ചക്കുപ്പേരിയാണ് ഇട്ടത്. ഇന്നലെ എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് തന്നെ എൻ്റെ കണ്ണ് മൊത്തം ഈ പ്ലാവുമ്മലായിരുന്നു. അപ്പോൾ പാകമുള്ള ഒരു ഇടിച്ചക്ക നോക്കിക്കൊണ്ട് അതിന് പൊട്ടിച്ചെടുത്തണേ. ചക്ക എവിടെ കണ്ടാലും അതുകൊണ്ടൊരു പണി എനിക്ക് കെട്ടണം. ചക്കുപ്പേരി ആയിക്കോട്ടെ ചക്കക്കൂട്ടാനായിക്കോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചക്ക വെട്ടിക്കാണ്ട് അതിൻ്റെ കറൊക്കെ കളഞ്ഞെടുത്താണ്. പക്ഷേ ചക്ക പൊട്ടിച്ച ഇൻട്രസ്റ്റ് ഒന്നും പിന്നെ അത് കട്ടാക്കാൻ എനിക്കില്ലായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ ഇതിൻ്റെ ഈ മടലൊക്കെ കളഞ്ഞേക്കാണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടാട്ടോ ഉപ്പേരി ഉണ്ടാക്കൽ. എന്താണെന്നാവാൻ ഭയങ്കര മടി. അപ്പം ഞാൻ ഇങ്ങനെ അതിൻ്റെ മടലൊക്കെ കളഞ്ഞ് ചെറുതായി കട്ടാക്കിക്കാണ്ട് കുക്കറിലിട്ടാണ്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പാകത്തിന് വെള്ളം ഉപ്പും ചേർത്തുകൊണ്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച നോമ്പല്ലേ, അപ്പോൾ നമ്മൾ ചക്കൻ്റെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ നോമ്പ് കഴിഞ്ഞോളും കാത്തുക്കാനുള്ള ക്ഷമയും ഇല്ല. അങ്ങനെ വിസിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ തുറന്ന് നോക്കിക്കണം കേട്ടോ. അപ്പോൾ ചക്കൊക്കെ നല്ല വെന്ത് സെറ്റായി കയറ്റിയിരിക്കണേ. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ചിക്കനൊക്കെ പിച്ചെടുക്കൂല, അതേപോലെ പിച്ചെടുക്കുക. ഇനി അതിലേക്ക് 3-4 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കാം. പിന്നെ ഉണക്കമുളക് ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഉണക്കമുളക് ഇല്ല. അപ്പോൾ 2 ചുവന്ന മുളക് എടുത്തുകൊണ്ട് ഞാനിതങ്ങനെ ചതുക്കിയെടുത്തിന്. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയും കടുകും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചതുക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചീരുള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ പിച്ചി വെച്ച് നമ്മളെ ചക്ക ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. കണ്ടാൽ നമ്മളെ ചിക്കൻ പോലെ ഉണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലൊന്ന് മിസ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ചക്കപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ മറക്കരുത്.